ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾക്ക് ഗോൾഡിന്റെ ഈ വരുന്ന ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി വീക്കിലി ചാർട്ട് എടുത്ത് നോക്കി പരിശോധിക്കാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ട് നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് അതിന്റെ സ്ട്രക്ചർ ബേസ് ഇവിടുന്ന് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാർക്കറ്റ് ഇവിടെ വരെ എന്താക്കി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലാസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് വീക്കിലി ബേസ് നോക്കുകയാണെങ്കിൽ ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്. ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ലോ എന്താക്കിയിട്ടില്ല, ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ മാർക്കറ്റ് ഇപ്പം വീക്കിലി ബേസിൽ അപ് ട്രെൻഡ് ആണ്. നമുക്ക് ഡെയിലി ബേസിലേക്ക് നോക്കാം, ഡെയിലി ചാർട്ടിലേക്ക് നോക്കി നോക്കാം. ഡെയിലി ചാർട്ടിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള കീ ലെവൽസുകൾ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. മെയിൻ ആയിട്ടുള്ള കീ ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. മെയിൻ ആയിട്ടുള്ള കീ ലെവൽസ് എന്ന് പറയുന്നത് ഇതൊരു കീ ലെവലാണ്. പിന്നെ നമുക്ക് വരാൻ പോകുന്നത് ഇതൊരു കീ ലെവൽസ് ആണ്. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പോയിന്റ് ഒരു കീ ലെവലാണ്. ഇതൊരു മാർക്കറ്റിന്റെ കീ ലെവലാണ്. പിന്നെ നമുക്കൊരു കീ ലെവലും കൂടി ചെയ്യാൻ പറ്റുന്നത് ഇതൊരു മാർക്കറ്റിന്റെ കീ ലെവൽസ് ആണ്. ഇങ്ങനെ ഇതാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ കീ ലെവൽസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഇനി നമുക്ക് ഡെയിലി ബേസിൽ ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ഹൈ ഉണ്ടാക്കിയ കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ട്, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്താക്കി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ, ലോ ഹൈ വെച്ചിട്ട് പോകാൻ മാർക്കറ്റ് പോവാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ലോ ഹൈ ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ക്ലാസ് ഉണ്ടാക്കിയ ലോയും ഹൈയും കട്ട് ചെയ്യാതെ മാർക്കറ്റ് എന്താണ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്, റേഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഇതാണ് റേഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗ് ഉണ്ടാക്കിയ ആ സിംഗിന്റെ ഉള്ളിൽ തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് മാർക്കറ്റ് ഡെയിലി ബയാസിൽ മാർക്കറ്റ് ഇപ്പോൾ എന്താണ് ബെയറിഷ് മൂവ്മെന്റ് ആണ്. വീക്കിലി ഹയർ ബുള്ളിഷ് ആണെങ്കിൽ ഡെയിലിയിൽ മാർക്കറ്റ് ഇപ്പോൾ ബയാസ് പറയുന്നത് ഒരു ബെയറിഷ് ആണ്. 100% ബെയറിഷ് അല്ല, ഒരു 50% മുകളിൽ ബെയറിഷ് മോഡിലാണ് മാർക്കറ്റ് ഡെയിലി ബയാസ് നമ്മോട് പറയുന്നത്. ഇനി ഇപ്പോൾ ഇതിൽ നമുക്കൊരു കീ സോൺ ആയിട്ട് വരാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഒരു കീ സോൺ ആണ്. ഒരു നല്ലൊരു OP ആയിട്ട് ഇവിടെ കിടക്കുന്ന
ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു പോയിന്റ് നമ്മൾ ഇതാക്കി മാർക്ക് ചെയ്തിടുന്നുണ്ട്. നമുക്ക് ഇതിന്റെ മാർക്കറ്റിലെ പിന്നെ OBയും FEGയും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 4 ഹവറിലേക്ക് ഒന്ന് മാറാം. ഫോർ ഹവറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാർക്കറ്റ് എന്താക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ, ഹൈ, ഇവിടെ നിന്ന് എന്തായാലും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതായത് മാർക്കറ്റ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ 4 ഹവറിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈനെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, താഴോട്ടേക്ക് ഷിഫ്റ്റ് വന്നു. ഇപ്പൊ ഞാൻ ഉണ്ടാക്കി മാർക്കറ്റ്, അതായത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിട്ടാണ് മാർക്കറ്റ് ഉണ്ടാക്കി മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു OB എന്ന് പറയുന്നത് ഒരു വാല്യൂഡ് OB ആയിരിക്കും. ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ OBയുടെ ഇതൊരു വാല്യൂഡ് OB ആണ്. ഈ OB ഒരു വാല്യൂഡ് ആളെ കാണുന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്, ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നടന്നിട്ടുണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വാല്യൂഡ് OB ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ ഇവിടെ ഒരു FEG 4 ഹവറിൽ ഇവിടെ ഒരു FEG ഉണ്ട്. നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. FEGയുടെ കളർ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ലോ. ട്രേഡിംഗ് റേഞ്ചിന്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് ഹൈ. ഇവിടെ നമുക്ക് ഫിബ് വരച്ചിട്ടുണ്ട്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഫിബ് വരക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50% വരുന്ന ഈ ഒരു പോയിന്റ് ആണ്. അതിന്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഏകദേശം സ്ട്രക്ചേഴ്സ് ഇതിലൂടെ, അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഏകദേശം അപ് ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ നമുക്കൊരു OB ആയിട്ട് ഇവിടെ നമുക്കൊരു OB, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് OB കണക്കാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞെങ്കിലും അത്യാവശ്യം 26 ഇവിടെ നമുക്ക് 4 ഹവറിൽ FEG കിടക്കുന്നുണ്ട്. നമുക്ക് 4 ഹവറിൽ FEG എന്താക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഈ FEGയിൽ തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു റിവേഴ്സ് കിട്ടാൻ പ്രോബബിലിറ്റി ഒരു ഏരിയ ആണ് ഈ ഒരു പോയിന്റ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. ഏകദേശം മാർക്കറ്റ്
4 അവറിൽ ഈ ഒരു റേഞ്ചിലാണ് നമ്മോട് കഥകൾ പറയുന്നത്. ഏകദേശം മാർക്കറ്റ് ഇവിടെ FVG ഉണ്ട്. പോയിന്റ് ഓഫ് സെല്ലിംഗ് ഇത് ഇവിടെ നിന്ന് ഒരു 26, 17, 26, 20 ആ റേഞ്ചിൽ വന്ന് മാർക്കറ്റ് റിട്ടേൺ അപ്പർ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ FVG തിരിയണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് OB മാർക്കറ്റ് തിരിഞ്ഞ് ഇവിടത്തേക്ക് പോയി ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം, റിട്ടേൺ താഴോട്ടേക്ക് വരാനുള്ള. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടത്തേക്ക് അല്ലെങ്കിൽ ഇവിടത്തേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇവിടെ നിന്ന് റിട്ടേൺ ഈ ഒരു FVG അല്ലെങ്കിൽ ഓർഡർ ബുക്ക് അവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി കാണുന്നുണ്ട്. നമുക്ക് നോക്കാം അത് എന്താ അതിന്റെ ആക്ച്വൽ എന്നുള്ളത് പിന്നെ നമുക്ക് സംസാരിക്കാം. അതിന് പുറമെ തന്നെ നമുക്ക് ഇതാണൊരു 4 അവറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 1 അവറിലേക്ക് ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് അനലൈസ് നോക്കാം. 1 അവറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ ഒരു കീ ലെവൽസ് ആണ് നോക്കിയാൽ കണ്ടാൽ ഇവിടുന്ന് ഒരു 2 വട്ടം റിജക്ഷൻ കിട്ടിയ ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈനയിലെ ഒരു രോഗത്തിന്റെ HMVP എന്ന് പറഞ്ഞ രോഗം സ്പ്രെഡ് ആവുന്നുള്ളതിന്റെ ഒരു ന്യൂസ് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മാർക്കറ്റിനെ നാളത്തെ മാർക്കറ്റ് ഒന്ന് അപ് ട്രെൻഡിലെ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാതെ തന്നെ മാർക്കറ്റിലേക്ക് നേരെ സ്ട്രൈറ്റിൽ അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു പ്രോബിലിറ്റി കാണുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ടെന്ന സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ടെക്നിക്കലി ബേസ് ആണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് താഴായിട്ടുള്ള ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം, മുകളിലേക്ക് പോകണം. പക്ഷേ മാർക്കറ്റിലൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൂടി എന്താക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതിന് പുറമെ തന്നെ ഈ ഫെബിലെ തൊട്ട് താഴെ തന്നെയായിട്ട് ഒരു FVG 1 അവറിൽ നിൽക്കുന്നുണ്ട്. ഇതും എന്താണ് ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ മാർക്കറ്റ് തിരിയാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പക്ഷെ മെയിനായിട്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം അതിന് തൊട്ട് താഴത്ത് നല്ല രീതിയിൽ 4 അവറിൽ ഒരു നല്ലൊരു FVG ഓർഡർ ബുക്ക് കിടക്കുന്നത് തന്നെ ഇവിടത്തേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഇനി മാർക്കറ്റിന്റെ ന്യൂസിന്റെ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ 26, 30 ഒരു ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് മാർക്കറ്റ് റിട്ടേൺ പോകാനും ഒരു പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താക്കുക, നോക്കിയും കണ്ടും മാത്രം ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ് മാർക്കറ്റിന് ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സിനാരിയോ നിലനിൽക്കുന്നത്. ഇതില് നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാനുള്ളതാണെങ്കിൽ നമുക്കൊരു വീക്ക്ലി ചാർട്ടിലേക്ക് അല്ലെങ്കിൽ ഡെയിലി ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു ട്രെൻഡ് ലൈനിലെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു ട്രെൻഡ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ റെസ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് റെസ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് നിൽക്കുന്ന പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒന്ന് വലുതാക്കി തരാം. എക്സാക്ട്ലി മാർക്കറ്റ് ഈ OB അല്ലെങ്കിൽ FVG എന്നതിലേക്ക് റെസ്പെക്ട് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് പോകുമെന്നുള്ള ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടി നമുക്ക് ഈ ട്രെൻഡ് ലൈനും കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്തെടുക്കാം. ഓക്കെ.